ഹായ്, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷനെ കുറിച്ചാണ്. ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫ്രെയിം ഓഫ് റെഫറൻസിന്റെ കോർഡിനേറ്റ്സിനെ മറ്റൊരു ഫ്രെയിം ഓഫ് റെഫറൻസിന്റെ കോർഡിനേറ്റ്സ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ഗലീലിയൻ ട്രാൻസ്ഫോർമേഷനെ കുറിച്ചാണ്. ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ അല്ലാതെ നമുക്ക് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ കൂടെ പഠിക്കാനുണ്ട്. ഇപ്പം അല്ല, ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ അതുകൂടെ പഠിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഞാൻ ഓൾറെഡി പറഞ്ഞു, ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു ഫ്രെയിം ഓഫ് റെഫറൻസിലുള്ള കോർഡിനേറ്റ്സിനെ മറ്റൊരു ഫ്രെയിം ഓഫ് റെഫറൻസിന്റെ കോർഡിനേറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിക്കോളൂ, നമ്മളിവിടെ കൺസിഡർ ചെയ്യാണ് t=0 എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടിംഗ് ടൈം, സമയം 0 ആണ്. 0 ആകുന്ന സമയത്ത് നമ്മൾ രണ്ട് ഫ്രെയിം ഓഫ് റെഫറൻസ് കൺസിഡർ ചെയ്യുന്നു. ഒന്ന് എസും മറ്റൊന്ന് എസ് പ്രൈമും. എസ് എന്ന് പറയുന്ന ഫ്രെയിം ഓഫ് റെഫറൻസിന്റെ കോർഡിനേറ്റ്സ് ആണ് y, z, x. എസിന്റെ ഒറിജിൻ ആണ് O. അതേപോലെ എസ് പ്രൈം എന്ന് പറയുന്ന ഫ്രെയിം ഓഫ് റെഫറൻസിന്റെ കോർഡിനേറ്റ്സ് ആണ് x പ്രൈം, y പ്രൈം ആൻഡ് z പ്രൈം. എസ് പ്രൈമിന്റെ ഒറിജിൻ ആണ് O പ്രൈം. സോ ഇവിടെ എസും എസ് പ്രൈമും എന്താണ്? ഇനീഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്. ഇപ്പോൾ ടൈം 0 എന്ന് പറയുന്ന ടൈമിൽ എസ് എന്ന് പറയുന്ന ഫ്രെയിമും എസ് പ്രൈം എന്ന് പറയുന്ന ഫ്രെയിം എന്താണ്? മെർജ് ചെയ്ത് കോയിൻസൈഡ് ചെയ്ത് വെച്ചതാണ്. ഓയും O പ്രൈമും കോയിൻസൈഡ് ചെയ്ത് വെച്ചതാണ്. ഓക്കെ, സോ ആഫ്റ്റർ സം ടൈം ടി, സമയം മാറാണ്, ടൈം ചേഞ്ച് ചെയ്തു. ടൈം ചേഞ്ച് ചെയ്യുന്ന സമയത്ത് പ്രൈം എന്ന് പറയുന്ന ഫ്രെയിം എസ് എന്ന് പറയുന്ന ഫ്രെയിമിനെ റിലേറ്റീവ് ചെയ്തുകൊണ്ട് മൂവ് ചെയ്യാണ്. ഏത് ഡയറക്ഷനിൽ? എക്സ് ഡയറക്ഷനിൽ എക്സിൽ പാരലായിട്ട് മൂവ് ചെയ്യാണ്. സോ അതാണ് ഇവിടെ ഞാൻ വരച്ചിരിക്കുന്നത്. സോ ഇത് എസ് ഫ്രെയിം ആണ്, ഇത് എസ് പ്രൈം ആണ്. സോ വിത്ത് റെസ്പെക്ട് ടു എസ് പ്രൈം ഈസ് മൂവിങ് ഇൻ എക്സ് ഡയറക്ഷൻ. സോ അതാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ എസ് പ്രൈമിന്റെ ഒറിജിൻ ആണ് എസിന്റെ ഒറിജിൻ ആണ് O. എസ് പ്രൈം എന്ന് പറയുന്ന ഇനീഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിന്റെ ഒറിജിൻ ആണ് O പ്രൈം. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു? y, z, x ആക്സ് ആണിത് വിത്ത് റെസ്പെക്ട് ടു എസ്. ഇനി എസ് പ്രൈമിനെ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ y പ്രൈം, z പ്രൈം, x പ്രൈം ആണ് അതിന്റെ കോർഡിനേറ്റ്സ്. O പ്രൈം ആണ് ഒറിജിൻ. സോ ഇവിടെ O ഒറിജിനിൽ നിന്നും O പ്രൈം എന്ത് ചെയ്യുന്നു? x ആക്സിലൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മൂവ് ചെയ്യുന്ന സമയത്ത് എസ് പ്രൈം ഇനീഷ്യൽ ഫ്രെയിം ആണ്. ഇനീഷ്യൽ ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. സോ v എന്ന് പറയുന്ന വെലോസിറ്റിയിലാണ് എസ് പ്രൈം മൂവ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ഇവിടെ ഒരു പാർട്ടിക്കിളിനെ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിനെ കൺസിഡർ ചെയ്യാണ്, P എന്ന് പറയുന്ന ഒരു പോയിന്റ്. സോ ഇതിന്റെ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു എസ് പ്രൈം ഏതായിരിക്കും? ഇതായിരിക്കും. സോ ഇത് നമുക്ക് R പ്രൈം എന്ന് പറയാം. അതേപോലെ ഈ P എന്ന് പറയുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ വിത്ത് റെസ്പെക്ട് ടു എസ് എന്ന് പറയുന്ന ഫ്രെയിമിനെ റെസ്പെക്റ്റീവ് ആയിട്ട് വരുന്നെങ്കിൽ ഇതായിരിക്കും അതിന്റെ പൊസിഷൻ വെക്ടർ. സോ വി ക്യാൻ കോൾ ഇറ്റ് ആസ് R വെക്ടർ R. ഓക്കെ, ഇനി നമുക്ക് ഈ പറയുന്ന ഓയും O പ്രൈമും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെയാണ്? നമുക്കറിയാം വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, ദെൻ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻടു ടൈം. സോ ഇവിടെ വെലോസിറ്റി v ആണ്, ടൈം നമ്മൾ എടുത്തിരിക്കുന്നത് t ആണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഓർ ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് O പ്രൈം ഫ്രം O എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? വെലോസിറ്റി ഇൻടു ടൈം ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡയറക്ഷൻ ഇതാണ്, വെക്ടർ ആണ്. ഇതിന്റെ ഡയറക്ഷൻ ഇതാണ്, ഇതിന്റെ ഡയറക്ഷൻ ഇതാണ്. സോ ഇതിന്റെ ഡയറക്ഷൻ ഈ ഭാഗത്തേക്കും ഇതിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഈ ഭാഗത്തേക്കാണ് വരുന്നത്. സോ വെക്ടർ സമ്മേഷൻ റൂൾ പ്രകാരം ഈ O പ്രൈം പ്ലസ് O പ്രൈം P എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കണം? OP ക്ക് ഈക്വൽ ആയിരിക്കണം. റൈറ്റ് അല്ലേ? സോ അപ്പൊ നോക്കിക്കോളൂ, ഇവിടെ നോക്കിക്കോളൂ, OP ഈസ് ഈക്വൽ ടു O പ്രൈം പ്ലസ് O പ്രൈം P. OP എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് OP. OPയുടെ വാല്യൂ എന്താണ്? R ആണ്. സോ വെക്ടർ R. O പ്രൈം എന്ന് പറയുന്നത് എന്താണ്? ഈ ഡിസ്റ്റൻസ് ആണ്. ഇതിന്റെ വാല്യൂ എന്താണ്? VT. സോ VT ആൻഡ് O പ്രൈം P, ഈ ഡിസ്റ്റൻസ് അതേതാണ്? R പ്രൈം ആണ്. സോ R പ്രൈം. സോ ഈ ഇക്വേഷൻ എന്തായി മാറി? OP is equal to O പ്രൈം പ്ലസ് O പ്രൈം P എന്ന് പറയുന്നത് R equal to VT പ്ലസ് R പ്രൈം ആയി മാറി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? R നെ നമ്മൾ അവിടെ വെക്കുന്നു, ഈ VT യെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം. സോ R നെ നമ്മൾ അവിടെ വെക്കുകയാണ്, VT യെ നമ്മൾ ഇക്വേഷന്റെ ഓപ്പോസിറ്റ് കൊണ്ടുപോകുന്നു. ദെൻ ഇക്വേഷൻ R പ്രൈം is equal to R മൈനസ് VT എന്ന് വരും. R പ്രൈം is equal to R മൈനസ് VT. സോ R എന്ന് പറയുന്നത് എന്താണ്? പൊസിഷൻ ആണ്. അപ്പോൾ ഈ പൊസിഷൻ വെക്ടർ എന്ന സമയത്ത് ഈ P യുടെ പൊസിഷൻ വെക്ടർ വിത്ത് റെസ്പെക്ട് ടു എസ് പ്രൈം ആണെങ്കിലും എസ് ആണെങ്കിലും അവിടെ എക്സ് എന്ന് പറയുന്ന ആക്സിലൂടെ മാത്രമേ വേരിയേഷൻ വരുള്ളൂ. കാരണം എന്താണ്? ഈ ഡയറക്ഷനിലാണ് ആക്സിസ് മൂവ് ചെയ്യുന്നത്. ഇവിടെ നോക്കിക്കോളൂ, ഈ ഡയറക്ഷനിൽ എത്ര ദൂരം മൂവ് ചെയ്യുകയാണെങ്കിലും ഈ y പ്രൈമിന്റെ വാല്യൂയിൽ ഒരു മാറ്റം വരില്ല. ഇതേ രീതിയിലാണ് മൂവ്മെന്റ് ഉണ്ടാവുക. അതേപോലെ വൈന്റെ വാല്യൂയിൽ ഒരു മാറ്റം വരില്ല. അതേ രീതിയിലാണ് മൂവ്മെന്റ് ഉണ്ടാവുക.
അതുപോലെ സെഡിന്റെ ഡയറക്ഷനിൽ സെഡിന്റെ ഹൈറ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഈ സെഡ് ആക്സ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ കോർഡിനേറ്റ്സിൽ സെഡിലും മാറ്റമൊന്നും ഉണ്ടാവില്ല. ബട്ട് എവിടെയാ മാറ്റം വരിക? എക്സ് എന്ന് പറയുന്ന പോയിന്റിൽ മാറ്റം വരും. ഇപ്പൊ ഇവിടെയാണ് എക്സിന്റെ വാല്യൂ എങ്കിൽ കുറച്ച് കഴിയുമ്പോൾ പിന്റെ വാല്യൂ ഇങ്ങോട്ട് മാറും. അപ്പം വീണ്ടും എക്സിന്റെ വാല്യൂ മാറും, വീണ്ടും പിന്റെ വാല്യൂ മാറും, എക്സിന്റെ വാല്യൂ മാറും. സോ ഇവിടെ എക്സിന്റെയും എക്സ് പ്രൈമിന്റെയും വാല്യൂസ് ആണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ബിക്കോസ് ഈ എസ് പ്രൈം എന്ന് പറയുന്നത് എക്സ് ആക്സിന് പാരലായിട്ട് മൂവ് ചെയ്യുന്നത്. സോ അവിടെ വൈ എന്ന് പറയുന്ന കോർഡിനേറ്റ്സിനോ അല്ലെങ്കിൽ വൈ പ്രൈം എന്ന് പറയുന്ന കോർഡിനേറ്റ്സിനോ സെഡിനോ സെഡ് പ്രൈമിനോ വേരിയേഷൻസ് ഉണ്ടാവില്ല. ബട്ട് എക്സും എക്സ് പ്രൈമും വേരിയേഷൻ ഉണ്ടാവും. ബിക്കോസ് ഇവിടെ ഒറിജിൻ എസ് പ്രൈമിന്റെ എസിന്റെ ഒറിജിൻ ഓ പ്രൈം നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഓയുടെ എക്സ് ആക്സിൽ പാരലായിട്ടാണ് ഓ പ്രൈം മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വാല്യൂ മാറില്ല, സെഡിന്റെ വാല്യൂ മാറില്ല, എക്സിന്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. ഇവിടെ ഒരു ഫസ്റ്റ് ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യണം, അടുത്ത എവിടെ ആയിരിക്കാം, അടുത്തത് ഇവിടെ ആയിരിക്കാം, അടുത്ത എവിടെ ആയിരിക്കും, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ അവിടെ വേരിയബിൾ ഏതാണ്? എക്സും എക്സ് പ്രൈമും ആണ്. ക്ലിയർ അല്ലേ? സോ ഇവിടെ നമുക്ക് ഈ രീതിയിൽ എടുക്കുന്ന സമയത്ത് വൈക്ക് ചേഞ്ച് ഇല്ല, സെഡിനും ചേഞ്ച് ഇല്ല. പിന്നെ ഇതിനെ ചേഞ്ച് വരുന്നത് എക്സിനാണ് ചേഞ്ച് വരുന്നത്. സോ ഇവിടെ ഈ ആർ പ്രൈമിന് പോയാൽ നമുക്ക് എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ആർ പ്രൈം എന്താക്കി എടുക്കാം? നമുക്ക് എക്സ് പ്രൈം ആക്കി എടുക്കാം. ആർ എന്താക്കി എടുക്കാം? എക്സ് ആക്കി എടുക്കാം, മൈനസ് വി ടി. അപ്പം വൈ പ്രൈമിന് ചേഞ്ച് ഇല്ല, വൈ പ്രൈമും വൈക്കും ചേഞ്ച് ഇല്ല, സെഡ് പ്രൈമിനും സെഡിനും ചേഞ്ച് ഇല്ല, ടി പ്രൈമിനും ടിക്കും ചേഞ്ച് ഇല്ല. കാരണം ഇവിടെ നമ്മൾ ഈ ഫ്രെയിമും ഈ ഫ്രെയിമും നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ രണ്ടിനും ഒരേ ടൈമാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ. ഈ വിത്ത് റെസ്പെക്ട് ടു ടൈം നമ്മളിവിടെ കളിക്കുന്ന സമയത്ത് ഈ ടി ഈക്വൽ ടു 0 എന്ന സമയത്ത് എസിലും ടി 0 ആയിരിക്കും, എസ് പ്രൈമിനും ടി 0 ആയിരിക്കും. ഇവിടെ ടീന്റെ വാല്യൂ T1 ആയി മാറിയിട്ടുണ്ടെങ്കിൽ, ടീന്റെ വാല്യൂ T1 ആയിട്ടുണ്ടെങ്കിൽ എസിനും T1 ആയിരിക്കും, എസ് പ്രൈമിനും T1 ആയിരിക്കും. T2 ആയിട്ടുണ്ടെങ്കിൽ എസിലും T2 ആയിരിക്കും, എസ് പ്രൈമിനും T2 ആയിരിക്കും. സോ സമയത്തിന് അവിടെ വ്യത്യാസമില്ല. അപ്പോൾ ഈ ഇക്വേഷൻ എന്തായി മാറി? എക്സ് പ്രൈം ഈക്വൽ ടു എക്സ് മൈനസ് വി ടി, വൈ പ്രൈം ഈക്വൽ ടു വൈ, സെഡ് പ്രൈം ഈക്വൽ ടു സെഡ്, ടി പ്രൈം ഈക്വൽ ടു ടി. അപ്പോൾ നോക്കൂ, ഈ എക്സ് പ്രൈം, വൈ പ്രൈം, സെഡ് പ്രൈം, ടി പ്രൈം എന്ന് പറയുന്നത് എന്താണ്? എസ് പ്രൈം ഫ്രെയിമിന്റെ ഈ പറയുന്ന എസ് പ്രൈം ഫ്രെയിമിന്റെ കോർഡിനേറ്റ്സ് ആണ്. എന്ത്? എക്സ് പ്രൈം, വൈ പ്രൈം, സെഡ് പ്രൈം, ടി പ്രൈം എന്ന് പറയുന്നത്. എക്സ് വൈ സെഡ് എന്ന് പറയുന്നതോ എക്സ് വൈ സെഡ് ഡി എന്ന് പറയുന്നതോ എസ് എന്ന് പറയുന്ന ഫ്രെയിമിന്റെ കോർഡിനേറ്റ്സ് ആണ് അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ ഈ പറയുന്ന എസ് പ്രൈമിന്റെ വെലോസിറ്റി നമുക്കറിയാം, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ടൈം ഏതാണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സിന്റെ വാല്യൂവും വൈന്റെ വാല്യൂവും സെഡിന്റെ വാല്യൂവും ടീന്റെ വാല്യൂവും അറിയാമെങ്കിൽ ദാറ്റ് മീൻസ് എസിന്റെ കോർഡിനേറ്റ്സ്, എസ് ഫ്രെയിമിന്റെ കോർഡിനേറ്റ്സിന്റെ വാല്യൂസ് നമുക്കറിയാം, ഇതേപോലെ മൂവ് ചെയ്യുന്ന വെലോസിറ്റി നമുക്കറിയാം, നമ്മൾ എടുക്കുന്ന ടൈം നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താക്കാം? എസ് പ്രൈമിന്റെ കോർഡിനേറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മളിതൊന്ന് റിവേഴ്സ് ചെയ്ത് നോക്കാം. എന്താണ്? ഈ എക്സിന് ഇങ്ങോട്ട് വരുന്നത് എക്സ് പ്രൈമിന് ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ എന്തായി മാറും? എക്സ് ഈക്വൽ ടു എക്സ് പ്രൈം പ്ലസ് വി ടി ആയിട്ട് മാറും, വൈ ഈക്വൽ ടു വൈ പ്രൈം ആയിട്ട് മാറും, സെഡ് ഈക്വൽ ടു സെഡ് പ്രൈം ആയിട്ട് മാറും, ടി ഈക്വൽ ടു ടി പ്രൈം ആയിട്ട് മാറും. സോ എക്സ് വൈ സെഡ് ടി എന്ന് പറയുന്നത് എന്താണ്? എസ് പ്രൈം, എസ് എന്ന് പറയുന്ന ഫ്രെയിമിന്റെ കോർഡിനേറ്റ്സ് ആണ് അല്ലേ. ഇവിടെ എക്സ് പ്രൈം, വൈ പ്രൈം, സെഡ് പ്രൈം, ടി പ്രൈം എന്ന് പറയുന്നത് എന്താണ്? ഇത് എസ് പ്രൈമിന്റെ കോർഡിനേറ്റ്സ് ആണ്. സോ എസ് പ്രൈമിന്റെ കോർഡിനേറ്റ്സ് നമുക്കറിയാം, അതേപോലെ വെലോസിറ്റിയും ടൈമും നമുക്കറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എസിന്റെ കോർഡിനേറ്റ്സും കണ്ടുപിടിക്കാൻ കഴിയും അല്ലേ. അപ്പൊ നമുക്ക് എക്സ് പ്രൈമിന്റെ കോർഡിനേറ്റ്സിനെ എസിന്റെ കോർഡിനേറ്റ്സ് ആയിട്ടും എസിന്റെ കോർഡിനേറ്റ്സിനെ എസ് പ്രൈമിന്റെ കോർഡിനേറ്റ്സ് ആയിട്ടും നമുക്ക് എന്ത് ചെയ്യാം? ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും അല്ലേ, ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. സോ ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗലീലിയൻ ട്രാൻസ്ഫർമേഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സോ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസിന്റെ കോർഡിനേറ്റ്സിനെ മറ്റൊരു ഫ്രെയിം ഓഫ് റെഫറൻസിന്റെ കോർഡിനേറ്റ്സ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. ആ ഇക്വേഷനാണ് നമ്മൾ ട്രാൻസ്ഫർമേഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നതാണ് ഗലീലിയൻ ട്രാൻസ്ഫർമേഷൻ ഇക്വേഷൻ. ക്ലിയർ ആണോ? ഓക്കെ.